ശ്രീ ഫസലുർ റഹ്മാൻ, ഇപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ എത്ര തവണയായി പല വിഷയങ്ങളിൽ നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കുകയാണ് ഡോക്ടർ ശശി തരൂർ. അദ്ദേഹത്തിന്റെ നിലപാടിനൊപ്പം നിൽക്കുന്നുണ്ടോ? എന്തുകൊണ്ടാകാം അദ്ദേഹം ഈ തരത്തിലേക്കുള്ള പ്രതികരണങ്ങൾ, അതും തുടർച്ചയായി ദിവസങ്ങളിലാണിപ്പോൾ, ഇന്നലെയും ഇന്നുമൊക്കെ അദ്ദേഹം ഓരോരോ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് എന്തുകൊണ്ടായിരിക്കാം? താങ്കൾ ആ നിലപാടിനൊപ്പമുണ്ടോ? ഇതിൽ പാർട്ടിയുടെ ഒരു നിലപാട് പറയേണ്ടത് നേരത്തെ ഇപ്പോൾ ഈ ചാനൽ ക്ലിപ്പ് വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കേട്ടതാണ്. പാർട്ടി നേതാക്കന്മാർ പറഞ്ഞ ക്ലിപ്പ് ഓൾറെഡി പറഞ്ഞതാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഒരിക്കലും ശശി തരൂറിന് കോൺഗ്രസ് വേണ്ടത്ര പരിഗണന നൽകാതിരുന്നിട്ടില്ല. ഈ ഒരു വിഷയത്തിൽ സ്റ്റേറ്റ്മെന്റ് പറയേണ്ട ഒരാൾ ശശി തരൂരാണ്. അദ്ദേഹത്തിന്റെ സ്റ്റാൻഡ് എന്താണെന്നുള്ളതും കാര്യങ്ങളൊക്കെ വ്യക്തമാക്കേണ്ടത് ഡോക്ടർ ശശി തരൂർ തന്നെയാണ്. ഇപ്പോൾ നമ്മളൊന്ന് ചരിത്രം നോക്കുകയാണെങ്കിൽ 2009 മുതൽ ഇങ്ങോട്ട് എല്ലാ ടൈമിലും അദ്ദേഹം MP ആയിരുന്നു. കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തെ പോലെ ഒരാളെ, അന്ന് പുതുമുഖമായിരുന്ന ഒരാളെ ഒരു MP സ്ഥാനത്തേക്ക് മത്സരിപ്പിച്ചു, വിജയിച്ചു, കേന്ദ്രമന്ത്രിയാക്കി. 2 തവണ അദ്ദേഹം കേന്ദ്ര സഹമന്ത്രിയായിരുന്നു. അതിനുശേഷം നോക്കുകയാണെങ്കിലും 2009 ആദ്യം കേന്ദ്രമന്ത്രിയാവുന്നത്. അതിനുശേഷം 2012 വീണ്ടും കേന്ദ്രമന്ത്രിയായി, കേന്ദ്ര സഹമന്ത്രിയായി. 2017 പാർട്ടി വലിയൊരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചു. ഓൾ ഇന്ത്യ പ്രൊഫഷണൽ കോൺഗ്രസിന്റെ ഫൗണ്ടർ ചെയർമാനായിട്ട് നിയോഗിച്ചത് ഡോക്ടർ തരൂരിനെയാണ്. 6 വർഷം അദ്ദേഹമായിരുന്നു ആ ഒരു സംഘടന നയിച്ചത്. ഇതിനിടയിൽ 2019 സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം അദ്ദേഹത്തിന് നൽകി. ആ സമയത്ത് പ്രതിപക്ഷത്തിനുണ്ടായിരുന്ന കോൺഗ്രസിന് പ്രതിപക്ഷത്തിന് മൊത്തം 4 സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനമാണ് ഉണ്ടായിരുന്നത്. ആ സമയത്ത് കോൺഗ്രസിന് ഉണ്ടായിരുന്നത് 2 സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനമായിരുന്നു. അദ്ദേഹത്തിന് ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം കൊടുത്തിരുന്നു. പിന്നീട് 2022 മുതൽ 2024 വരെയുള്ള കാലഘട്ടത്തിൽ 5 സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനമാണ് പ്രതിപക്ഷത്തിനുണ്ടായത്. അതിൽ ആകെ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം മാത്രമാണ് കോൺഗ്രസിനുണ്ടായിരുന്നത്. അപ്പോഴും കൊടുത്തത് ഡോക്ടർ ശശി തരൂരിനാണ്. ഇപ്പോൾ റീസെന്റ് 2024 9 സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം പ്രതിപക്ഷത്തിനുണ്ട്, 4 കോൺഗ്രസിനുള്ളത്. അതിൽ ദിഗ്വിജയ് സിംഗിനെ പോലുള്ള ഏറ്റവും മുതിർന്ന നേതാക്കന്മാർക്കൊപ്പം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം കൊടുത്തിട്ടുള്ളത് ഡോക്ടർ ശശി തരൂരിനാണ്. അദ്ദേഹത്തിന് ഒരു ഇടവേളകളില്ലാതെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം കിട്ടിയിട്ടുണ്ട്. എപ്പോഴും പാർട്ടിക്ക് ഒരു പൊസിഷൻസ് അദ്ദേഹം പാർട്ടി മുഖേന അദ്ദേഹത്തിന് ഒരുപാട് സ്ഥാനങ്ങൾ കിട്ടിയിട്ടുണ്ട്. അത് അദ്ദേഹത്തിന് ഒരിക്കലും അക്കോമഡേറ്റ് ചെയ്തിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വേണ്ട ഇമ്പോർട്ടൻസ് തരൂരിന് എല്ലാ കാലവും കോൺഗ്രസ് പാർട്ടി കൊടുത്തു പോന്നിട്ടുണ്ട്. പിന്നെ അദ്ദേഹം എപ്പോഴും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ശൈലിയിലും മറ്റും കുറച്ച് നിലപാടുകൾ പറയാറുണ്ട്. ഇപ്പോൾ റീസെന്റ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള നിലപാടുകൾ എന്ന് പറയുന്നത് കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. കുറച്ചധികം തന്നെ ശ്രദ്ധിക്കണം എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. കാരണം അദ്ദേഹം ഇരിക്കുന്നത് കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി പോലുള്ളൊരു ഉന്നത സമിതിയിൽ അംഗമായിട്ടാണ്. അപ്പോൾ അദ്ദേഹം കുറച്ചുകൂടി നല്ല രീതിയിൽ, അല്ലെങ്കിൽ കുറച്ചുകൂടി പാർട്ടിക്ക് അനുകൂലപ്പെട്ട് പാർട്ടി ചട്ടക്കൂടുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് സംസാരിക്കേണ്ടതായിരുന്നു. അപ്പോൾ അതല്ല ഇവിടെ കാണുന്നത്. ഇതിന് തീരുമാനം എടുക്കേണ്ടത് AICCയും അതുപോലെ തന്നെ എന്താണ് തന്റെ നിലപാടെന്ന് വ്യക്തമായി പറയേണ്ടത് ഡോക്ടർ ശശി തരൂരുമാണ്. ഒരു കാലത്തും ഡോക്ടർ ശശി തരൂരിനെ പാർട്ടി അക്കോമഡേറ്റ് ചെയ്യാതിരുന്നിട്ടില്ല എന്ന് എനിക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റും.